നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരും സമരമാർഗത്തിലേക്ക് ഇറങ്ങപ്പെട്ടിരിക്കുകയാണ്. ആശാ സമരം നടക്കുന്ന ആ വേദിക്ക് തൊട്ടരികെയാണ് ഇവരും സമരം നയിക്കുന്നത്. ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രതീക്ഷാമാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ള വനിതകൾ ഒന്നടങ്കം ഇപ്പോൾ ശയനപ്രദർശനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ട് സമരമാർഗം സ്വീകരിച്ചത്. അതിനിടെ ചിലർ കുഴഞ്ഞു വീണു. നിരാഹാര സമരം ഇരുന്ന നിമിഷ പ്രതിഷേധ സൂചകമായ സമരവേദിയിൽ ശയനപ്രദർശനം നടത്തിയ ആരതി, അഞ്ജലി എന്നിവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. എന്തായാലും നമുക്കിത് വിശദമായി പരിശോധിക്കാം. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഇവരുടെ ഈ സമരത്തിന് ഉണ്ടാകുമോ? ഇടാൻ കുതിച്ചവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുന്ന സാഹചര്യം തുറന്നു വരുമോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഉദ്യോഗാർത്ഥിയായ അഭയ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. പ്രിയ മറ്റൊരു ഉദ്യോഗാർത്ഥിയും സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രിയ, ഇപ്പോൾ നിങ്ങൾ സമരം നടത്തുന്നു, നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാകാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്ര 900 സംതിങ് നിയമനമാണല്ലോ ഉണ്ടായിരുന്നത്. അതിൽ വളരെ നാമം മാത്രമായി 260ഓളം പോസ്റ്റിംഗ് മാത്രമാണ്, നിയമനം മാത്രമാണ് നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിൽ ഇനി എന്താണ് നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ അവശേഷിക്കുന്നത്? സർക്കാരിൻ്റെ മുന്നിലേക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹലോ, പ്രിയ കേൾക്കാം. ഹലോ പ്രിയ കേൾക്കാമോ? ഞങ്ങളുടെ ലിസ്റ്റിൽ 960 ഞങ്ങളുടെ ലിസ്റ്റിൽ 964 കുട്ടികളായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. 964 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഫ്രഷ് വേക്കൻസി എന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾക്ക് 210, പിന്നീട് കുറേ നാൾ ശേഷം ഒരു വേക്കൻസി വന്നില്ല. അതിനുശേഷം കുറേ നാൾ അസസ്മെൻ്റ് എല്ലാം നടത്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 3 ഫ്രഷ് വേക്കൻസി ആയിരുന്നു. പിന്നീടും കുറേ നാൾ അങ്ങനെ അസസ്മെൻ്റ് എല്ലാം നടത്തി പിന്നീട് ഒരു 19 വേക്കൻസി ഇതാണ് കുറച്ച് നാൾ മുമ്പായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന ഫ്രഷ് വേക്കൻസി 232 ഫ്രഷ് വേക്കൻസികൾ മാത്രമാണ്. ബാക്കി 60 എണ്ണം ഞങ്ങൾ NJD എടുത്തതാണ്. അതായത് ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ഇതൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഈ NJD എടുക്കുന്നതൊക്കെ നമ്മൾ NJD ആണെങ്കിലും ഡിലീഷൻ ആണെങ്കിലും ഞങ്ങൾ ഓരോ കുട്ടികളുടെയൊക്കെ പുറകെ നടന്ന് അവരെ കൺവിൻസ് ചെയ്ത്, അതായത് ഓരോ കുട്ടികൾക്കും ഓരോ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തരും ഈ 964 ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് കിടക്കുന്ന കുട്ടിക്കും ഞാൻ കയറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ ഡിലീഷൻ എടുക്കുന്നൊക്കെ സമയത്ത് നമ്മൾ ഓരോ കുട്ടികളുടെ വീട്ടുകാരുടെ വായിന്ന് വരെ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ വിളിച്ചു വരെ നമ്മൾക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെയൊക്കെ പുറകെ നടന്നാണ് നമ്മൾ ഡിലീഷൻസ് ഒക്കെ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഡിലീഷൻ ഒരു 117ഓളം ഡിലീഷൻസ് എടുത്തു. അതായത് ഈ 964 അത്രയും കുട്ടികൾ പിന്നെ ലിസ്റ്റിൽ കാണത്തില്ല. അപ്പം അത്രയും ചുരുങ്ങിയ കുട്ടികളാണ് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് നിയമനം വളരെ കുറച്ച് മാത്രമാണ്. എല്ലാ കാലങ്ങളായിട്ട് നിയമനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു ലിസ്റ്റിൽ പെട്ടെന്ന് നിയമനം ഇല്ലാതാവുക എന്ന് പറയുന്നത്, വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സാർ. പ്രിയ, എന്തായാലും ഈ പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസുകാരുടെ ഒരു അനുവാദമുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളൊരു വിവരാവകാശമൊക്കെ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നതുകൊണ്ടാണോ ഈ പ്രശ്നം പറ്റുന്നത്? ഒഴിവുകൾ നികത്തപ്പെടാൻ ഇനിയും സാധ്യതകൾ ഉള്ള സമയത്താണോ ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത്? ഞങ്ങൾക്ക് ഓരോ സ്റ്റേഷനിലും 6 വനിതാ CPOമാർ വേണം എന്നുള്ളൊരു നിയമമുണ്ട്. 6 പേരെങ്കിലും വേണം. അതിൽ തന്നെ ഞങ്ങൾ ഓരോ ജില്ലയിലും ഞങ്ങൾ RTI വെച്ച് ഓരോ സ്റ്റേഷൻ വൈസ് ഉള്ള സ്ട്രെങ്ത് ഞങ്ങൾ എടുത്തു. അങ്ങനെ ഓരോ സ്റ്റേഷൻ വൈസ് എടുത്തപ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ 570 വേക്കൻസി WCPOയ്ക്ക് മാത്രം എന്ന് ആലോചിക്കുക, അത്രയും വേക്കൻസികൾ ഉണ്ടായതായിട്ട് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് വർക്ക് അറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട്, അതായത് ക്യാമ്പിൽ നിന്ന് കുട്ടികളെ അങ്ങോട്ടേക്ക് അയക്കും. പക്ഷേ ആ സമയത്ത് എനിക്ക് ക്യാമ്പ് ഫ്രീ ആവണ്ടേ, ക്യാമ്പിൽ വേക്കൻസി കാണിക്കണം. അത് ക്യാമ്പിലും വേക്കൻസി ഇല്ല, എന്നാൽ സ്റ്റേഷൻ വൈസിൽ ഇവരെ 2-3 മാസത്തേക്ക് അയക്കും. അങ്ങനെയാണ് നമ്മളോട് അറിയപ്പെടുന്നത്. പക്ഷേ അന്നേരമാണെങ്കിലും ഈ വേക്കൻസി എന്നുള്ളത് വേക്കൻസി ആയിട്ട് തന്നെ കിടക്കുമല്ലേ സാർ? അത് ക്ലിയർ ആവുന്നില്ലല്ലോ. അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആണെങ്കിൽ ക്യാമ്പിൽ നിന്ന് കുട്ടികളെ അങ്ങോട്ടേക്ക് അയക്കണം. ആ ക്യാമ്പിൽ നിന്ന് കുട്ടികൾ അങ്ങോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ ക്യാമ്പിൻ്റെ സ്ട്രെങ്ത് കുറയത്തുള്ളൂ, നിയമനം കാത്തു നിൽക്കുന്ന കുട്ടികൾക്ക് നിയമനം ലഭിക്കത്തതേ ഉള്ളൂ. അത് നടക്കുന്നില്ലല്ലോ. അതാണ് നമുക്ക് നടക്കുന്നത്. ആ ഒരു RTI ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 570 വേക്കൻസി ഉള്ളതായിട്ട് ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും മടങ്ങിയെത്താം. അഭയ,
ഉദ്യോഗാർത്ഥി കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? കാരണം കഠിനമായിട്ടുള്ള പരിശീലനമൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ തന്നെ നിങ്ങൾ പരിശീലനമൊക്കെ കഴിഞ്ഞ ശേഷമാണല്ലോ ഈ പട്ടികയിലേക്കൊക്കെ അല്ലെങ്കിൽ കായിക ക്ഷമതാ പരിശോധന കഴിഞ്ഞ് വരുന്നവരാണല്ലോ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന ആളുകളാണ്. അപ്പോൾ ഈ നിങ്ങളുടെ വിഷയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നിവേദനം സമർപ്പിച്ചിട്ടുണ്ടോ? അത് എത്ര തവണ സമർപ്പിച്ചു? എന്തെങ്കിലും ഒരു അറിയിപ്പ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ? നമ്മൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഈ 11 മാസം, അതായത് ഏകദേശം 12 മാസം അടുപ്പിച്ച് നമ്മളെ സർക്കാരിൻ്റെ എല്ലാ വാതിലുകളും മുട്ടിയിട്ടുണ്ട്. നമ്മൾ ലോക്കൽ ഏരിയ സെക്രട്ടറി മുതൽ അങ്ങേയറ്റമുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടാൻ വേണ്ടി നമ്മുടെ ഒരു നിവേദനം അവിടെ എത്തിയിട്ടുള്ളതിന് കണക്കുകൾ ഉണ്ടാവത്തില്ല. നമ്മളെല്ലാ ജില്ലയിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ വാതിലുകളും മുട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളോട് പറഞ്ഞത് പരമാവധി നിയമനം നടത്താം, മാക്സിമം വേക്കൻസികൾ കണ്ടെത്തി തരാം, നിങ്ങൾക്ക് നിയമനം ഉണ്ടാകും എന്നാണ്. നമ്മൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് മുന്നോട്ട് പോയത്. അതുകൂടാതെ തന്നെ CM സാറ് ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലും വിശ്വസിച്ചു. കാരണം ഈ കേരളത്തിലാകെ 50,000 56,000 പോലീസിന് 5,000 വനിതാ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സേനയിലെ വനിതാ പ്രാതിനിധ്യം ഘട്ടം ഘട്ടമായി ഉയർത്തുകയാണെങ്കിൽ കൂടി ഞങ്ങളുടെ ലിസ്റ്റിനൊരു 50% എങ്കിലും നിയമനം ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇനി എന്തെങ്കിലും ഒരു പ്രത്യേക ഓർഡറോ ഉത്തരവോ അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ടോ? പ്രതീക്ഷയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ 964 പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ആകെ 268 പേർക്ക് നിയമനം. ഇപ്പം നമ്മളൊരു 232 ഫ്രഷ് വേക്കൻസിയും അതിൽ നിന്നുള്ള 60 NJD. അപ്പോൾ അത്രയും വേക്കൻസി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ലിസ്റ്റിൻ്റെ ഏകദേശം 30%. സർക്കാരിൽ നിന്ന് ഇനി നമ്മൾ RT വെച്ചപ്പം പ്രിയ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, RT വെച്ചപ്പോൾ തന്നെ നമുക്ക് കണ്ടെത്തിയ വേക്കൻസി 570ഓളം ഉണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 100-150 നമ്മൾക്ക് തരാൻ പറ്റുന്നതല്ലേ. RT എന്തായാലും ഒരിക്കലും കള്ളം പറയില്ല. ഒരു പൗരന്റെ വിവരാവകാശത്തിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങളാണത്. അത് നമ്മൾക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ ഈ ക്രൈം കൂടുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ സ്ട്രെങ്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആവശ്യമാണ്. കാരണം ബറ്റാലിയനിൽ ഒക്കെയുള്ള പോലീസുകാരൊക്കെ ആണെങ്കിലും അല്ലാത്ത പോലീസുകാരൊക്കെ തന്നെയാണ് അവിടേക്ക് സ്റ്റേഷനിലേക്ക് പോകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പല സ്റ്റേഷനിലും അനിവാര്യമായ രീതിയിൽ ഇത് സ്ഥാപിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ പാലിക്കേണ്ടതുണ്ട്. അതുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു വേക്കൻസി ചോദിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല, ക്യാമ്പ് എക്സസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ക്യാമ്പ് എക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RT വെക്കുമ്പോൾ സ്റ്റേഷനിലൂടെ വേക്കൻ്റ് ഉണ്ടെങ്കിൽ ക്യാമ്പിലുള്ളവർ അങ്ങോട്ട് മാറാൻ വില്ലിങ് ആയി കഴിഞ്ഞാൽ തന്നെ ക്യാമ്പിൽ വേക്കൻ്റ് ആകില്ലേ. നമ്മുടെ വർഷാവർഷം ലിസ്റ്റ് ഇട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഈ ലിസ്റ്റിൽ മറ്റുള്ള ലിസ്റ്റിൻ്റെ സ്വഭാവമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ മാസങ്ങളോളം ഗ്രൗണ്ടിൽ കഷ്ടപ്പെട്ട് അതിൽ നമ്മൾ കൂടുതലും വീട്ടമ്മമാരുണ്ട്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കായികക്ഷമത വരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അത്രയധികം സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായിട്ട് ഈ നിയമനം കാത്ത് 12 മാസം അടുപ്പിച്ച് നമുക്കിനി 15 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും നാൾ നമ്മൾ ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ്. നമ്മൾ നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന് ഒന്നും ഒരിക്കലും പറയൂല. നമ്മുടെ ലിസ്റ്റിൽ മുഴുവൻ പേരെ എടുക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നില്ല. ഒരു പകുതി പേർക്കെങ്കിലും, അതായത് ഒരു 50% നിയമനം നൽകണ്ടേ നമുക്ക്. അതാണ് നമ്മുടെ ആവശ്യം. മാക്സിമം പരമാവധി ആളുകൾക്ക് പ്രദർശനമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരൊക്കെ നടത്തി പല പല സമരമാർഗങ്ങളും തന്ത്രങ്ങളും ഒക്കെ തന്നെ അവരിങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണീർ കാഴ്ചയോട് അലിവുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കിനി ഡെഡ് ലൈൻ ഇട്ടിരിക്കുന്ന ദിവസത്തിന് ഇനി അധികമില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അവിടേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് അടുത്തേക്ക് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ചെന്ന് നിവേദനം നൽകിക്കഴിഞ്ഞാൽ ഉടൻ എന്തെങ്കിലും തീരുമാനമുണ്ടാവുന്ന പ്രതീക്ഷയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഇന്നത്തെ ഈ വ്യത്യസ്ത സമരത്തിന് ശേഷം ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? നമുക്കിപ്പോൾ നിലവിൽ എങ്ങൊന്നും ഒരു റെസ്പോൺസ് ലഭിച്ചിട്ടില്ല. അറിയില്ല നമുക്ക് എന്താണെന്നുള്ളത്. മാക്സിമം നമ്മളെല്ലാ വാതിലുകളും മുട്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മൾ ശരിക്കും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും, ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ഗതികേടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. പഠിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ ഇങ്ങനൊരു സമരം ചെയ്യേണ്ടി വരുമെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. സമരം എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഞങ്ങൾ. നമ്മൾ എല്ലാ എനിക്ക് കുഞ്ഞുണ്ട്, പൊടിക്കുഞ്ഞിനെ വരെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തുന്നത്. അതുപോലെ എല്ലാ വീട്ടമ്മമാരും ഉണ്ട്. അപ്പൊ ഈ സമരത്തിൽ ഇറങ്ങുന്നതിൽ എന്തെങ്കിലും ഭയമുണ്ടോ? പലരും മുഖം പോലും കൊടുക്കാത്ത രീതിയിലാണ് സമരമുഖത്തേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കണ്ണീരണിഞ്ഞ്
ഒരു ഭയപ്പാട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ സമരത്തിൽ ഇറങ്ങേണ്ടി വരുമ്പോഴും, കാരണം ഒരുപാട് പേര് ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങുന്നവരാണല്ലോ. മറ്റങ്ങനെ എന്തെങ്കിലും ഭയപ്പാടുണ്ടോ? മാസ്ക് ധരിക്കുന്നതിൻ്റെ ഉദ്ദേശമായിരിക്കും ചോദിച്ചത്. എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൻ്റെ സ്വഭാവം വേറൊന്നാണ്. നമ്മൾക്ക് ഭയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഭയമുണ്ട്. കാരണം നമ്മൾ ജോലി ലഭിച്ചു കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭവിഷ്യത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. നമ്മൾ ഓൾറെഡി പെൺകുട്ടികളാണ്, നമുക്ക് ധൈര്യമുണ്ട്. എന്നാലും ജോലി ലഭിക്കുന്നതിൽ എന്തെങ്കിലും മാർഗ തടസ്സം ഉണ്ടാകുമോ എന്നുള്ളതിൽ ഭയം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഈ ആവലാതി കേൾക്കട്ടെ, സർക്കാർ കേൾക്കട്ടെ. കാരണം സെക്രട്ടേറിയറ്റിന് മുൻപിൽ പല രീതിയിലുള്ള വനിതകൾ, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ നാളുകളിൽ സമരം ചെയ്യുകയാണ്. അവരുടെ ആ സമരത്തോട്, സഹന സമരത്തോടൊക്കെ തന്നെ മുഖം തിരിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവരുടെ മുന്നിൽ കൂടുതൽ സമയമുണ്ട് എന്ന് പറയാം. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി, അത് കാലഹരണപ്പെട്ടു പോകാൻ. എന്തായാലും അങ്ങനെ ഒരു മനസ്സലിവ് ഉണ്ടാകട്ടെ, പ്രയത്നിക്കുക, സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടപെടൽ തേടാൻ വേണ്ടി ശ്രമിക്കുക. വളരെയധികം നന്ദി അഭയ. ഒപ്പം പ്രിയ പ്രതികരിച്ചു.